ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് പരിപാടിയാണ്. റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മേശ തുടയ്ക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ മേശ പകുതി ഇങ്ങനെ തുടച്ച് വെച്ചേക്കുവാണ് കേട്ടോ. നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോ ഒന്നും ഇട്ടില്ല. പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തോ കുഴപ്പം അത് നന്നാക്കിയില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് നന്നാക്കിയത്. ചാനൽ പോയിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് റൂം ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ സെപ്പറേറ്റാണ് കേട്ടോ റൂമൊക്കെ തൂത്ത് ക്ലീൻ ആക്കുന്നത്. എൻ്റെ ഇവിടെ ഫുൾ അഴുക്കായിട്ട് കിടക്കുമായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്ന് വന്നപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടു. ഇനി ഇപ്പോൾ വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. വിളക്കും തുടയ്ക്കണം. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് റൂം ക്ലീനാക്കാം. റൂം നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കാവേ. ചൂല് നമുക്ക് ഈ റൂമിൽ തന്നെ ഒന്ന് തുടങ്ങാവേ. ലൈറ്റ് അപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇവിടെ കുറേ ഉണ്ട്, കുറച്ചുണ്ട്. നമുക്ക് പായൊക്കെ തന്നാൽ ഇവിടെ എല്ലാം വിരിച്ച് മടക്ക് വെക്കാം. ഇവിടെ വിരിഞ്ഞ് കിടക്കും. അതുകൊണ്ട് നമുക്കത് വിരിച്ചിടാന്നല്ല മടക്കി വെക്കാം. അപ്പം നമുക്ക് തൂക്കാൻ കുറച്ച് പരിപാടിയാണ് തൂക്കലെന്ന് പറഞ്ഞാൽ. അപ്പം തൂക്കലെന്ന് പറയുന്നത് 1.5 പണിയാണ് കേട്ടോ. വീട് കയറി താമസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 മാസം ആയിട്ടേ ഉള്ളൂ. ജനുവരി ആകുമ്പോൾ 9 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പം എന്നിട്ട് ഇവിടെ ഇത്രയും പൊടിയെന്ന് വെക്കാൻ എനിക്ക് എന്നും ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ 4 പിള്ളേരല്ലേ ഉള്ളത്. പിന്നെ വീട് മോശമായിരിക്കും. നമ്മൾ തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നലെ 2 അവധി ആയിരുന്നു കേട്ടോ. എന്തോതിനാന്ന് ചോദിച്ചാൽ മകരവിളക്കിൻ്റെ അവധിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവധിയായിരുന്നു. നമുക്ക് മാത്രമാണോ അത് വേറെ ജില്ലയ്ക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഈ ഒരു ജില്ലയ്ക്ക് അവധിയായിരുന്നു എന്ന് പറയും. നിങ്ങളുടെ ജില്ല കമൻറ്റ് ചെയ്യണേ. എൻ്റെ ജില്ല പത്തനംതിട്ടയാണ്. നിങ്ങളുടെ ജില്ല ഏതാണ് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇനി അടുത്തതായിട്ട് കോരാവേ. തൂത്തിങ്ങനെ കൂട്ട് വെച്ചേക്കുവാണ്. അതിന് കോരണം. കോരിയിട്ട് ഇവിടെ തൂത്ത് തുടച്ചിടണം, കട്ടിൽ വിരിച്ചിടണം, പല 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 കാര്യങ്ങളുണ്ട്. നമ്മൾ തൂത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കൊണ്ടുപോകാം. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാത്തേന്ന്. അപ്പം എൻ്റെ വീട്ടിൽ ഞാനില്ലായിരുന്നു. അവധിക്കൊന്നും എനിക്ക് സമയം ഇടാനില്ലായിരുന്നു. ഇന്ന് ഈ അവധിക്ക് ഇടണമെന്നായിരുന്നു. അപ്പം ഇന്നലെ പോയതാണ് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ. അപ്പം ഇന്നാണ് വന്നത്. ഇനി തുടയ്ക്കാം. ഇനി അത് ഈ ചൂലൊക്കെ കൊണ്ട് വരച്ചിട്ട് നമുക്ക് തുടയ്ക്കാം. അപ്പം നമ്മൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി കേട്ടോ. വൃത്തിയാക്കി. റൂം ഞാൻ സെപ്പറേറ്റാണ് വൃത്തിയാക്കാറ്. തുടച്ചോണ്ടിരിക്കും.
തുടച്ചോണ്ടിരിക്കുകയാണ്. ഫാനിന് താന്നു പോയി. നമുക്ക് തുടയ്ക്കാവേ. തുടയ്ക്കുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷെ തൂക്കുന്നത് എനിക്കിഷ്ടമല്ല. എങ്കിലും തൂത്തല്ലേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ജോലി എടുക്കുമെന്നൊന്ന് പറയണം. ഞാനെല്ലാം എടുക്കും. കുക്കിംഗ് കഴിച്ച് ബാക്കിയെല്ലാം ഞാനാണ് ചെയ്യുന്നത്. എല്ലാം അല്ല, കുറച്ചൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൂം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എത്ര പായാണിത്, കുറേ പായുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മടക്കി വെക്കാവേ. പാട്ടൊക്കെ പാട്ടി ഞാൻ ജോലിയൊക്കെ എടുക്കുന്നത്. അപ്പോഴാണ് ഒരു മൂടൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ റൂം അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഉണ്ട്. അമ്മ വയ്യ. ഇത് വിരിച്ചിട്ട് നടക്കുഴി കണ്ടപ്പോൾ അടിവയറ്റിൽ മഞ്ഞളായി. അപ്പം നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബിൽ ലൈക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഓക്കെ, ചെയ്തോ, വേഗം ചെയ്തു. നമുക്ക് തുടച്ചപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് തറയിലോട്ടൊക്കെ വെക്കാം. ഓക്കെ, നമുക്ക് ഈ പുതപ്പ് മടക്കി വെക്കാം. ഇത് കമ്പിളിപ്പുതപ്പാണേ. അപ്പോൾ നമുക്ക് പട്ടൊക്കെ പാട്ടി അങ്ങോട്ട് ചെയ്യാം. ഇതിനെ നമുക്ക് കണ്ടപ്പോൾ അടിവയറ്റിലെ ചിരിയത് കണ്ടപ്പോൾ അയ്യോ നെഞ്ചിലൊരാതി കരിമുടക്കി ചിരിക്കല്ല എന്നെ കല്യാണി നിന്നെ. അപ്പം നമുക്ക് തുണിയൊക്കെ എടുത്തങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അലമാരി ഒന്ന് കാണിക്കാവോ എന്ന്. ഗായ്സ്, ഇതാണ് നമ്മുടെ അലമാരി. ഇങ്ങനെ ഭിത്തിയിലൊട്ടിയിരിക്കുന്ന അലമാരിയാണ്. അങ്ങനത്തെയാണ് ഞങ്ങൾ വെച്ചത്. ഇത് വലിയമ്മയുടെ മരുന്ന് സെറ്റാണ്. ഇതിനകത്ത് അക്ഷയ പാത്രം കിട്ടും, കുറേ ഉണ്ട്. സോറി ഗൈസ്, ഇത് വലിയമ്മയുടെ അല്ല. ഇതാടെയൊന്നും എനിക്കറിയത്തില്ല. വലിയമ്മയുടെ ഇങ്ങനത്തെ കവറാണ്. ഫാനിൻ്റെ റിമോട്ട്, ചുരിദാർ എല്ലാം എടുത്ത് ഈ കട്ടിലെ നിരത്തി. ഇതിനെ നീക്കുന്നതാണ് ഗായ്സ് ടാസ്ക് പിടിച്ച കാര്യം. അപ്പം നമുക്ക് നീക്കാം. അങ്ങോട്ട് കുറച്ച് ഇതാക്കി നീക്കുന്നത് ഒരു ഒന്നൊന്നര പണിയാണ്. നമുക്ക് നീക്കാം. നിങ്ങളും കൂടെ സഹായിച്ചാൽ കൊള്ളായിരുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഇതിരുന്ന് കാണുന്നതിന് ഞാനാണ്. ഇത് ഉടുക്കപ്പോൾ കൊച്ചു പിള്ളേരൊന്നും ചെയ്യാതിരിക്കുക. എന്നിട്ട് വിട്ടു കേട്ടോ. ഇത് ഞാൻ തന്നെ എങ്ങനെയാ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്ത് ചെയ്താൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് വിരിച്ചിട്ട് ഇതാക്കാം. ഓക്കെ, സെറ്റ്. ഒരു
ഹായ് ഗൈസ്, ഞാനിവിടെ തന്നെ ഉണ്ട്. എനിക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇപ്പം ഇന്നത് കാണാൻ തന്നെ കണ്ടേ ജനലൊന്നും വണ്ണമല്ലേറും എന്തെന്ന് പട്ടികയും നമ്മളെ കാക്കും എന്നോട്ട് ചുമ്മാ ഡാൻസ് ഒക്കെ കളിച്ച് ചെയ്യുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് കഴിയും. അപ്പൊ ഞങ്ങൾ ഇവിടാണ് കിടക്കുന്നത്. അപ്പൊ എല്ലാവരും മോൾ തന്നെയാണോ കിടക്കുന്നത്? അവർക്കുള്ള ഒരു സൂചനയാണ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. ഓക്കെ, ചേട്ടയ്ക്ക് പുതപ്പല്ല ഇങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. ഈ അങ്ങേ സൈഡിൽ പോയി പിടിച്ച് പുതപ്പ് വലിച്ചിടുന്നത് ഞാനിവിടെ ഉണ്ട്. നിങ്ങളിപ്പോൾ എന്നെ കാണുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കുറേ പേരൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരു ക്ലീനിങ് വീഡിയോ ചെയ്യുമോന്ന്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോന്ന്, വാട്ട് എയ്റ്റിൻ്റെ ചെയ്യുമോന്ന്. നമുക്ക് 5 സബ്സ്ക്രൈബർ ആയിട്ടേ ഉള്ളെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ കുറേ വീഡിയോസ് ഇടും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അത് ചെയ്യാം. എൻ്റെ ആനുവൽ ഡേ വരുന്നു, എൻ്റെ അല്ല സ്കൂളിലെ ആനുവൽ ഡേ വരുന്നു. അതിനുള്ള ഡാൻസും പ്രോഗ്രാമും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഡാൻസ് എടുത്ത് കളിച്ച് കാണിച്ചു ഷോർട്സായിട്ടാണേ. ഇപ്പം ഇതെല്ലാം മാറ്റുമ്പോഴേ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സെറ്റാവത്തുള്ളൂ. ഗായ്സ്, ഇവിടെ ഒന്നും നല്ല ഇതിലിടത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഈ ബെഡ്ഷീറ്റിൻ്റെ തലാണ കവറല്ലായിരിക്കും. ഇതിന് തലാണ കവറാണ്, പക്ഷെ ഇതിന് നോക്ക് അതേപോലെ അതിവിടെ ഇല്ലേ. ഇനി വേറെ എവിടെയെങ്കിലും ആണോ? നമുക്ക് തലാണ ചെക്ക് ചെയ്യാം. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ തലാണ കവറൊക്കെ വെക്കാറ്. നമുക്ക് ചെക്ക് ചെയ്യാവേ. ഇപ്പം കിട്ടിയില്ലെങ്കിൽ എല്ലാം എൻ്റെ മണ്ടയിലാണ്. നോക്കാതിരിക്കുന്ന വലിയ കഷ്ടപ്പാട് ഗൈസ്. ഇല്ല ഗൈസ്, ഇല്ല വെറുതെ നോക്കാൻ എൻ്റെ എത്രയാ സമയം പോയി. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം. ഇപ്പം എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ മാത്രമല്ലായിരിക്കും. ഒരു കട്ടിലെ 2 തലാണോ 3 തല നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ചോദിച്ചതാണ്. 3 പേര് കിടക്കുമ്പോൾ 3 തലാണ്, 4 പേര് കിടക്കുമ്പോൾ 4 തലാണ്. ഞാനിപ്പോൾ എന്തൊക്കെ വട്ട് പറഞ്ഞു എനിക്ക് തന്നെ അറിയത്തില്ല. ഒന്നുകൂടെ ഒന്ന് മടക്കി സെറ്റ്. നമ്മൾ സാധാരണ ഇങ്ങനെ മടക്കിയാണ് നോക്കുക. പക്ഷെ ചില വീട്ടിൽ ചെല്ലുമ്പോഴല്ലോ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇവിടെ തൊട്ട് അങ്ങ് വരെ പുതപ്പ് ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്നത് പുതയ്ക്കാനാണ്. എനിക്ക് ഈ സാധനം എടുക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ. ഏതാണ്ട് പോലാണ്. പിന്നെ എടുക്കണ്ടേ, മടക്കാനും കിടക്കാനും ഒക്കെ വേണ്ടേ ഒരു സാധനം. കൈ മുറിഞ്ഞു നേരത്തെ ഉണ്ട്. ഇപ്പം സമയം എത്ര മണിയായെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇത് മടങ്ങി ഞാൻ എന്തിനാണെന്ന് എടുക്കാൻ പോകും എനിക്കറിയത്തില്ല.
സെറ്റ് ആയിട്ടുണ്ട്. ഇനിയും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ അങ്ങോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.